ഓക്കെ ഗൈസ്. ഗൈസ് അതല്ല ഗൈസ്, നമ്മൾക്ക് ഗൈസ് ഈ സർട്ടിഫിക്കറ്റ് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അത് തന്നെ. ഇതെന്താണ് ഗൈസ്? ഇതെന്തോ ക്രാങ്കാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ബൈക്കിൻ്റെ പുറകെ ഒരു സംഭവം കണ്ടില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും അതായിരിക്കും ഗൈസ്. ആ ബൈക്കിൻ്റെ പുറകെ കണ്ട് അത് അഴിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കാം ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്, അതാണോ നോക്കട്ടെ ഗൈസ്. മിനി റോഡ് ഇവിടെ ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് വേണം ഗൈസ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, അവരിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 എന്തായാലും ചാനൽ ഇട്ടുണ്ട് ഗൈസ്. അപ്പോൾ പാർട്ട് 2 ആണിത്. ഗൈസ് ആ ബൈക്ക് ഇവിടെ കണ്ടായിട്ടേ ഇല്ലേ ഗൈസ്? ഓക്കെ ഗൈസ്, ആ ബൈക്ക് ഇവിടെയാണ്. അപ്പോൾ ഇത് തുറക്കാനുള്ളതാണ്. യെസ് ഗൈസ്, ഇത് തുറക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതും കൂടി സെറ്റ് ആക്കണം. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഇത് തിരിക്കണം. ഓക്കെ ഗൈസ്, ഇത് തിരിക്കണം ഗൈസ്, തിരിക്കണം. ഇതെന്താണ് ഗൈസ്? ഓ ഗൈസ്, റിമോട്ട് കൺട്രോളർ. ഓപ്പൺ സംതിങ് ഇൻ ഫാക്ടറി. ഗൈസ് എനിക്ക് തോന്നുന്നു മേളിലൊരു സംഭവം തുറക്കാനുണ്ടായില്ലേ ഗൈസ്? ഇതെന്താണ്? ഓ ഗൈസ്, ഇതെന്തോ 1954 എവിടെണ്ണാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ റിമോട്ട് കൺട്രോൾ ഞെക്കിയപ്പോൾ മേളിലത്തെ ഡോർ തുറന്നു എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. മേളിലൊരു ഡോർ തുറക്കാനുണ്ടായി നമുക്ക്. അപ്പോൾ എന്തായാലും ഇതെന്താണെന്ന് നോക്കട്ടെ. എന്തോ സ്റ്റോറി മോഡാണ് ഗൈസ്. ആരോ വന്നിട്ടുണ്ട്. ഓ ഗൈസ്, ഇതാ മറ്റേ അമ്മച്ചിയാണ് ആ വാനിൽ വരുന്നത്. പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ് ഈ കഥ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ഗൈസ്, ഈ കഥ എനിക്ക് മനസ്സിലാവുള്ള ഗൈസ്. ഓ ഗൈസ്, പുള്ളിക്കാരത്തി എന്താണ് പേടിച്ചേ? എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ നണ്ണ് എവിളായിട്ട് മാറിയിട്ടുള്ള എന്തോ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരത്തി പേടിച്ചു ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പുള്ളിക്കാരത്തിയുടെ മറ്റേ ഡ്രസ്സിനകത്ത് ആ കുരിശ് തല തിരിച്ചാണ് വെച്ചേക്കുന്നത്. അത് കണ്ടിട്ടായിരിക്കാം മേ ബി പേടിച്ചത്. അപ്പോൾ അതെന്തായാലും എന്തെങ്കിലും ആവട്ടെ കേസ്. അപ്പോൾ നമ്മളങ്ങനെ ഇനി വേറെ എന്താണ് പരിപാടി എന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കട്ടെ കേസ്. അപ്പോൾ മേളിലത്തെ നമ്മളത് ആ ചാർലിയുടെ ഉള്ള ഡോർ തുറന്നിട്ടുണ്ടാവും. അവിടെ ഒരു ഡോർ റിമോട്ട് കൺട്രോളിൽ തുറക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും തുറന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് കേസ്? ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മേളിലേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ കേസ്. ഇനി താഴത്തേക്ക് വരാൻ റിസ്ക് ആണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കേസ്. ഇവിടെ ഒരു മറ്റേ ചങ്ങായി ഉണ്ടായിരുന്നല്ലോ, മിനി റോഡ് ഗൈസ്. ഇവിടെ ഞാനെന്തോ കണ്ട്. ഇതെന്താണ്? ഗൈസ് ഇതെന്താണ്? മെറ്റൽ പ്ലേറ്റാ. ഇതെന്തിനാണ് ഗൈസ്? ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് മിക്കവാറും എന്തെങ്കിലും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്കൊരു മെറ്റൽ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. പ്ലേറ്റ് വെച്ചിട്ട് എന്താ കളിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു മെറ്റൽ പ്ലേറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ ഗൈസ്, എങ്ങനെയാണ് ഇനി കളിയെന്ന് അറിയില്ല. ഓക്കെ, റോഡ് ഇവിടെ വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. റോഡ് അവിടെ സ്റ്റക്കായി നിൽക്കുവാണ്. റോഡിനിപ്പോൾ വരുമോയെന്ന് അറിയില്ല ഗൈസ്. ഇല്ല ഗൈസ്, റോഡ് ഇവിടെ വന്നിട്ടില്ല. അതെന്തായാലും നന്നായി ഗൈസ്. റോഡോടെ സ്റ്റക്കായി നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മെറ്റൽ പ്ലേറ്റ് എന്തായാലും മേളിൽ കൊണ്ട് ഇടാം ഗൈസ്. ഈ മെറ്റൽ പ്ലേറ്റ് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് കിട്ടണ സാധനങ്ങളെല്ലാം നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ അടുത്തുകൊണ്ട് ഇടണം ഗൈസ്. റോഡ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. റോഡ് അവിടെ തന്നെ ഉണ്ട് ഗൈസ്. റോഡ് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ അതെന്തായാലും നന്നായി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്കൊരു മെറ്റൽ പ്ലേറ്റാണ് കിട്ടുകയാണ്. മെറ്റൽ പ്ലേറ്റ് എന്തായാലും ഇവിടെ കിടക്കട്ടെ ഗൈസ്. ഇതെന്തിനു ഉപകാരപ്പെടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മെറ്റൽ പ്ലേറ്റ് എന്തായാലും ഇവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും കൺട്രോൾ റൂമിൻ്റെ ഉള്ളിൽ കയറാം. ഓക്കെ ഗൈസ്, മൈക്ക് ഇവിടെ എന്തൊക്കെയോ എടാ മൈക്കിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതെന്താണ്? ഓ ഗൈസ്, അവൻ എന്തൊക്കെ ചെയ്യുന്നത് ഗൈസ്? എന്തൊരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഓ ഗൈസ്, നമുക്ക് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇവന് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇവൻ നമുക്കൊരു സാധനം ഉണ്ടാക്കി തരുമെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇതിനകത്തൊരു കത്തിയുണ്ട്, ഒരു ടേപ്പ് ഉണ്ട്. എടാ മെറ്റൽ പ്ലേറ്റ് ഗൈസ്. മെറ്റൽ പ്ലേറ്റ് അല്ല ഗൈസ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഗൈസ് മെറ്റൽ പ്ലേറ്റ് നമുക്ക് ഇവനെ കൊണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു കത്തി, പിന്നെ അതുപോലെ തന്നെ ഒരു സെലോ ടേപ്പ് നമുക്ക് ഇവനെ കൊണ്ട് കൊടുക്കണം ഗൈസ്. അപ്പോൾ ഇവന് എന്തോ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കി തരും. ഞാൻ നോക്കട്ടെ ഗൈസ്, അതെന്തായാലും നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ മെറ്റൽ പ്ലേറ്റ് നമ്മൾ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഗൈസ്. മെറ്റൽ പ്ലേറ്റ് എന്തിനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. നമുക്ക് കിട്ടിയപ്പോൾ എടുത്തുകൊണ്ടെന്നാണ്. ഓ മിനി റോഡ് അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി എന്തായാലും കത്തിയും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ടേപ്പും കണ്ടുപിടിക്കണം. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇല്ല ഗൈസ്, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡോറടയ്ക്ക്
അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇവിടെ എന്താണ്? ഇല്ല കേസ്, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഓക്കെ, ഇപ്പുറം എന്തെങ്കിലും? ഇവിടെ ഒന്നുമില്ല കേസ്. എടാ പിന്നെ ടേപ്പൊക്കെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും കേസ്? ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? തുറക്കടാ. ഓക്കെ, ഇതിനകത്തൊന്നുമില്ല കേസ്. ഇവിടെ ഒന്നും വേറെ ഒന്നുമില്ല കേസ്. പിന്നെ നമുക്ക് എവിടെ പോയാണ് ടേപ്പൊക്കെ കണ്ടുപിടിക്കണ്ടേ? എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ താഴെ പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഇവിടെ ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കട്ടെ കേസ്. ഇവിടെ എന്തായാലും നോക്കിയിട്ട് കാണാനൊന്നുമില്ല. ടേപ്പൊന്നും ഇവിടെ ഇല്ല കേസ്. കേസ് ടേപ്പൊക്കെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? കേസ്, നമ്മളിവിടെ വേറൊരു റൂം തുറന്നിട്ടുണ്ടായില്ല. നമുക്ക് ആ റൂമൊന്ന് പോയി തുറന്നു നോക്കിയാൽ കേസ്. ഇതിൻ്റെ ഇപ്പോഴൊരു റൂമില്ലേ, നമ്മളത് തുറന്നില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ എന്തായാലും ആ റൂമൊന്ന് തുറക്കട്ടെ. അതിന് മുമ്പ് മിനി റോഡ് എവിടെയാണെന്ന് നോക്കണം. ഡോർ വർക്ക് കേസ്. മിനി റോഡ് എവിടെ? മിനി റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് കേസ്. അപ്പോൾ കേസ് ഞാൻ ഈ ഡോർ തുറന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഡോറൊന്ന് തുറന്നു നോക്കട്ടെ. കേസ്, നമുക്ക് ടേപ്പ് കിട്ടി. ലെറ്റ്സ് ഗോ കേസ്. നമുക്ക് ടേപ്പ് കിട്ടി. ഫൈനലി ടേപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ അവിടെ വേറെന്തോ സാധനം കിടക്കുന്നുണ്ട് കേസ്. അതെന്താണെന്ന് നോക്കണം. നമുക്കങ്ങനെ ടേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേപ്പും മെറ്റൽ പ്ലേറ്റും അങ്ങനെ ആയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മറ്റേ കത്തിയാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം കേസ്. അതല്ലാതെ വേറെ എന്തോ സാധനം അവിടെ കിടക്കുന്നുണ്ടായി. സാധനം കണ്ടായിരുന്നു കേസ്. ടേപ്പ് ഞാൻ എടുത്ത സ്ഥലത്ത് ഒരു വേറെ എന്തോ സാധനം കിടക്കുന്നുണ്ടായി കേസ്. അപ്പോൾ മിനി റോഡ് എവിടെയാണെന്ന് ഞാൻ നോക്കട്ടെ കേസ്. മിനി റോഡ് അപ്പുറത്തേക്ക് പോയതാണ് കേസ് എനിക്ക് തോന്നണേ. ഓക്കെ കേസ്, അപ്പോൾ ഇതെന്താന്ന് നോക്കട്ടെ. ഉള്ളിക്കറ് കേസ്. ഇതെന്താണ് ഗൈസ്? വാൻ കീ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കൊരു വാൻ കീ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ റോഡിൻ്റെ വാനിൻ്റെ കീ ആണെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് പോയപ്പോൾ റോഡിൻ്റെ ആ വാനിന് ഡോറിനകത്തൊരു കൈപ്പത്തി കാണിച്ചിട്ടുണ്ടായി. മിക്കവാറും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും പോയി തുറന്നു നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതിനുള്ളിൽ എന്താണ്? ഇവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്. ഇതെന്താണ് ഗൈസ്? അതിനുള്ളിൽ എന്തോ പേപ്പറാണ്. അത് വെച്ചിട്ട് എന്താണ് വേണ്ടി? ഗൈസ്, ഇതിനുള്ളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റൂലേ? ഓക്കെ ഗൈസ്, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്. ഇതിനുള്ളിലൊന്നുമില്ല. വേറെ എവിടെയെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റും? ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും ഗൈസ്. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. ഗൈസ്, നമുക്ക് കത്തി കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. കത്തിയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാ സാധനം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം നമുക്ക് മൈക്കിന് കൊടുത്തു കഴിഞ്ഞാൽ മൈക്ക് എന്തൊരു സാധനം നമുക്ക് ഉണ്ടാക്കി തരും ഗൈസ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ഞാൻ മൈക്കിന് കൊടുക്കട്ടെ. ഡോർ വർക്ക്. എടാ, മിനി റോഡ് എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. മിനി റോഡ് കണ്ടു കഴിഞ്ഞാൽ പണി പാളും. ഇല്ല ഗൈസ്, മിനി റോഡ് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം കത്തി തന്നെ കൊണ്ട് കൊടുക്കാം. മൈക്ക് എന്തോ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും കൊണ്ട് കൊടുത്തു നോക്കട്ടെ. ഒരു സാധനമായി. ഇനി മെറ്റൽ പ്ലേറ്റ് കൊണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ ടേപ്പ് കൊണ്ട് കൊടുക്കണം ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഗെയിം തന്നെയാണ് ഐസ്ക്രീം. അത്യാവശ്യം സ്റ്റോറി മോഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. നമ്മുടെ എവിൾനണ്ണിനെ ഞാൻ ഒരിക്കലും ഇതിനകത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷേ എവിൾനണ്ണ് ഇതിനകത്തുണ്ട് ഗൈസ്. നമ്മുടെ റോഡിൻ്റെ അമ്മയാണ് എവിൾനണ്ണ്. ഇതുവരെയായിട്ടും ഗെയിമിലേക്ക് എൻ്റർ ആയിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ എൻ്റർ ആവുമെന്ന് അറിയില്ല അടുത്ത ചാപ്റ്ററിലൊക്കെ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എന്തായാലും ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേപ്പും കൂടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് മൈക്ക് എന്തോ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താണ് ഗൈസ്? ലോക്ക് പിക്ക് ഗൈസ്. നമുക്കൊരു ലോക്ക് പിക്ക് ഇട്ടിട്ടുണ്ട്. ഗൈസ്, എനിക്കൊരു കാര്യം ഇപ്പോഴാണ് ഗൈസ് ഓർമ്മ വന്നത്. നമ്മളെ താഴെയായിട്ട് ഒരു ഡോറ്, അതായത് ഒരു കറുത്ത പൂട്ട് വെച്ചിട്ടൊരു ഡോറ് പൂട്ടിയിട്ടുണ്ടായി. അപ്പോൾ അത് തുറക്കണമെങ്കിൽ എന്തോ സാധനം വേണമായിരുന്നു. മിക്കവാറും ഈ ലോക്ക് പിക്ക് വെച്ചിട്ട് ആ സാധനം തുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത്. ആ ഡോറ് തുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ എന്തായാലും റോഡ് അവിടെ സ്റ്റക്കായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വഴി കയറി പോവാം. മിക്കവാറും അതായിരിക്കും ഗൈസ് കളി. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനം നമുക്ക് എടുക്കാനുണ്ടാവും. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഗൈസ്, ഞാൻ നോക്കട്ടെ. ഗൈസ്, മിനി റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. മിനി റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ കണ്ടിട്ട് ആ ഡോർ ഉണ്ടായിരുന്നല്ലോ. ആ ഡോറെന്തരാ? ഗൈസ്, അത് അപ്പുറയാണ്. അവൻ അങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ എന്തായാലും അവൻ പോയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അവിടെ ഡോർ വർക്ക്. മിനി റോഡ് എവിടെയാണ് ഗൈസ്? മിനി റോഡ് എന്ത്? മിനി റോഡ് അങ്ങോട്ടാണ് പോകണേ. ഇതേ കാണുകയാണ് ആ ഡോറ് തുറക്കാനായിരിക്കും മിക്കവാറും ഈ സാധനം ഉപയോഗിക്കുക.
ഞാനെന്തായാലും നോക്കട്ടെ. മിനി റോഡ് അവിടെ പോയി നോക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, മിനി റോഡ് തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഒളിച്ചേക്കാം. മിനി റോഡ് ഇപ്പുറത്തേക്ക് കടന്നു പോട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ നേരം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വേറെ വേറെ ഗെയിംസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ കൂടുതൽ ഞാൻ ഹൊറർ ഗെയിമൊക്കെയാണ് കളിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വേറെ എന്തെങ്കിലും ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാനെന്തായാലും ഗൈസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ലോക്ക് പിക്കിൻ്റെ ആവശ്യം. ഓക്കെ, നമ്മളങ്ങനെ ഡോർ തുറക്കാൻ പോവാണ് ഫൈനലി. അപ്പോൾ ഇതിനുള്ള എന്താണെന്നുള്ളതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഡോർ തുറക്ക്. ഓ ഗൈസ്, ഇതെന്താണ്? ബ്രേക്കർ. ഓക്കെ, പാൻട്രി. ഓ ഗൈസ്, നമ്മുടെ ചാർലിയുള്ള സ്ഥലത്ത് ഒരു പാൻട്രി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഗൈസ്. ഒരു റൂമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഷട്ടർ പോലത്തെ എന്തോ ഒരു ഡോറുണ്ട്. ആ ഡോർ തുറക്കാൻ നമുക്ക് നേരത്തെ പറ്റുണ്ടായില്ല. ചിലപ്പോൾ ഈ മിക്കവാറും ആ ഡോർ ഇപ്പോൾ തുറന്നിട്ടുണ്ടാവും. പിന്നെ അതല്ലാതെ നമ്മൾ റിമോട്ട് കൺട്രോൾ വെച്ചിട്ടൊരു ഡോറും കൂടി തുറന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനെന്തായാലും ഇനിയിപ്പോൾ ചാർലിയായി മാറാൻ പോവാണ് ഗൈസ്. അപ്പോൾ മിനി റോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ചാർലിയായി മാറി ചാർലി ആയിട്ടായിരിക്കും ഗൈസ് ഇനിയുള്ള കളികളെല്ലാം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കട്ടെ. ഓക്കെ ഗൈസ്, റോഡ് എന്തായാലും ഇപ്പോൾ അവിടെ സ്റ്റക്കായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ചാർലിയായി മാറുമ്പോൾ ചാർലിയുടെ അടുത്തേക്ക് റോഡ് വരുമോ ഗൈസ്? ഇവിടെ സ്റ്റക്കായിരിക്കുമല്ലേ. അപ്പോൾ പിന്നെ അങ്ങോട്ട് വരുമോ എന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ, ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാനെന്തായാലും പോയി നോക്കട്ടെ ഗൈസ്. ഓക്കെ, മിനി റോഡ് അവിടെയാണ്. അപ്പോൾ ഞാനെന്തായാലും ഓക്കെ കൺട്രോൾ റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ഓ ഗൈസ്, മൈക്ക് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കമ്പ്യൂട്ടറിൽ നോക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, മൈക്ക് വലിയവനാണ് ഗൈസ് മൈക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ചാർലിനെ വിളിക്കാം. ഓക്കെ, നമ്മളെന്തായാലും ചാർലിനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ചാർലിയായി മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഡോർ തുറന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനെന്തായാലും പോയി നോക്കട്ടെ ഗൈസ്. ഓ ഗൈസ്, മിനി റോഡ് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഇതൊരു അപശകുനമാണ് ഗൈസ്. മിനി റോഡ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഞാനെന്തായാലും പയ്യെ ഈ വഴി പോട്ടെ ഗൈസ്. മിനി റോഡ് നമ്മളെ കണ്ടില്ല ഗൈസ്. മിനി റോഡ് കണ്ടില്ല. അപ്പോൾ പാൻട്രി. ഓക്കെ ഗൈസ്, പാൻട്രിയുടെ അവിടെ ഒരു ഡോർ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പോയി നോക്കട്ടെ ഞാൻ. പിന്നെ അതുകൂടാതെ നമ്മൾ മറ്റേ അപ്പുറം ഒരു ലോക്കർ തുറക്കാനുണ്ടായി. അതായിരുന്നു ആ റിമോട്ട് കൺട്രോൾ വെച്ച് നമ്മൾ തുറന്നിട്ടുണ്ട് ഗൈസ്. ഇവരിവിടെ ഭയങ്കര പണിയിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവർ കാണാതെ പോട്ടെ ഗൈസ്. ഈ ഡോർ വർക്ക് എടാ മാറ്റി അമ്മച്ചി കണ്ടടാ. എടാ മാറ്റി അമ്മച്ചി ഇതേ ഐസ്ക്രീം ത്രോ ചെയ്യുന്നത്. ഡോറടിക്ക് ഇപ്പം തന്നെ നമ്മുടെ റോഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓ ഗൈസ്, ഈ ഡോറാണ് ഞാൻ പറഞ്ഞത്. ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കട്ടെ ഗൈസ്. ഓ ഗൈസ്, ഇത് മറ്റേ എഗ്ഗ് വെക്കണ സ്ഥലമല്ലേ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഗൈസ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ളത്? ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ എഗ്ഗിൻ്റെ പെട്ടികൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം തുറന്ന് നോക്കണം. മിക്കവാറും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നോക്കട്ടെ ഗൈസ്, നോക്കട്ടെ. ഇപ്പം എന്താണ്? ഓക്കെ ഗൈസ്, ഇവിടെ എഗ്ഗിൽ 4 എന്നൊക്കെ ഇത് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? എന്തെങ്കിലും കോഡാണ്? അറിയില്ല ഗൈസ്, അറിയില്ല. എടാ ഇവിടെ ഒന്നും വേറെ ഒന്നും ഇല്ലടാ ഗൈസ്. ഇവിടെ ഞാൻ കുറേയൊക്കെ തുറന്നു നോക്കി. ഇവിടെ ഒന്നും കിട്ടാനില്ല ഗൈസ്. ഓ ഗൈസ്, ഇവിടെ ഞാൻ തുറന്നു നോക്കിയില്ല. ഓക്കെ, അതിനകത്തും ഒന്നുമില്ല ഗൈസ്, അതിനകത്തൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഇതും തുറന്നു നോക്കിയില്ലേ ഗൈസ്? ഇതിനകത്ത് എന്താണ്? ഇതിനകത്തൊന്നുമില്ല ഗൈസ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട്? ഇതിനകത്തും ഒന്നുമില്ല. എടാ മിനി റോഡ് നമ്മളെ കണ്ടടാ. എടാ മിനി റോഡ് എങ്ങനെ വന്നതിനുള്ളിലേക്ക് ഗൈസ്? മിനി റോഡ് നമ്മളെ കണ്ട്. ഡോർ വർക്ക് ഇതല്ലടാ ഈ ഡോർ വർക്ക് ഗൈസ്. ഇപ്പം തന്നെ റോഡ് വരും. എടാ മാറ്റി അമ്മിച്ച് വന്നടാ. മാറ്റി അമ്മിച്ച് വന്ന് പണി പാളി ഗൈസ്. ഓ മാറ്റി അമ്മിച്ചാണ് നമ്മളെ ത്രോ ചെയ്യാണ് ഈ ഡോർ വർക്ക്. ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് പോട്ടെ ഗൈസ്. ഇവിടെയായിട്ട് നമ്മളൊരു ലോക്കർ തുറന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റിമോട്ട് കൺട്രോൾ വെച്ചിട്ട്. ഞാൻ എന്തായാലും ഈ മാസ്ക് എടുത്ത് വെക്കുകയാണ് ഗൈസ്. ഈ മിനി റോഡിന് മാസ്ക് എടുത്ത് എന്തായാലും ഞാൻ വെക്കുകയാണ്. നമ്മുടെ റോഡ് ഇപ്പോൾ മിക്കവാറും അവിടെ വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഗൈസ് ഗൈസ് നമുക്ക് ഇവിടെ ഗൈസ് ഇവിടെയായിട്ട് നമുക്കൊരു ഡോർ തുറക്കാനുണ്ടായി. അത് മിനി റോഡിൻ്റെ ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് തുറക്കണേ? ഓക്കെ ഗൈസ്, അത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടുപിടിക്കുന്നത് നോക്കട്ടെ. ഓ ഗൈസ്, ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് എന്താണെന്ന് നോക്കട്ടെ. ഓ ഗൈസ്, നമുക്കൊരു സോക്സ് കിട്ടി. സ്വീറ്റി സോക്സ്. ഓ ഗൈസ്, ഒരു വൃത്തികേടായ ഒരു സോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സോക്സ് വെച്ചിട്ട് എന്താണ് ഈ കളി? ഗൈസ് എനിക്ക് തോന്നുന്നു ഗൈസ് എപ്പോഴും നമ്മുടെ മാറ്റി അമ്മിച്ച് വന്ന ഐസ്ക്രീമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്.
നമ്മുടെ മാറ്റാമിച്ചിടയിലാണ് ഈ നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ ഒരു ഇതുള്ള ലോക്കറോ അല്ല ഒരു കീ ഉള്ള ഗൈസ്. പിന്നെ ഇവിടെ ഒരു സ്പൈസി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ ഈ സോക്സൊക്കെ നമ്മൾ മിക്കവാറും പാലിൽ പഞ്ചസാര കൊണ്ട് ചേർക്കണമായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഐസ്ക്രീം വൃത്തികേടാവില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ മാറ്റാമിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാറ്റാമിച്ച് മിക്കവാറും ബോധം കിട്ടി വീഴും ഗൈസ്. അപ്പോൾ നമ്മൾ ആ തക്കം നോക്കി താക്കോൽ എടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ അതുകൂടാതെ നമുക്കൊരു റെഡ് സ്പൈസി ഇട്ടിട്ടുണ്ട്. ഓ ഗൈസ്, മിനി റോഡ് കണ്ട് ഞാനത് വേറെ എന്തോ ഉദ്ദേശിച്ചു. എടാ മാറ്റാമിച്ച് വന്നു, ഈ റൂമിൽ കയറ്. എടാ റോഡ് വന്നടാ, ഈ വെൻറ്റിയുടെ പോവാം, വെൻറ്റിയുടെ പോ. പിടിച്ച് ഗൈസ്, പിടിച്ച്. എടാ എന്ത് കഷ്ടമാണ് ഗൈസ്. ഞാൻ ആ മണ്ടത്തരം മാത്രമാണ് ഞാൻ കാണിച്ചു കൊടുത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഇനി 2 ലൈഫും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളൂ. ഞാൻ എന്തൊക്കെയോ ഉദ്ദേശിച്ച് കയറിയതാണ് ഗൈസ്. ഇത് എവിടെയാണ് ഗൈസ്? നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്കാണ് ഗൈസ്. ഞാനത് മണ്ടത്തരം കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഗൈസ് നമ്മൾ എസ്കേപ്പ് ആവുക? ഇവിടെ എന്താണ് കൈപ്പത്തി കാണിച്ചേക്കണേ? ഇവിടെ എന്തോ കൈപ്പത്തി ഇവിടെ ഉണ്ട്. ഓ ഗൈസ്, ഈ വഴി നമ്മൾ ആ വഴി കയറണം എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, ഡോർ തുറക്ക്. അപ്പോൾ ഇവിടെ മിനി റോഡ് ഉണ്ട് ഗൈസ്. ഇവിടെ മിനി റോഡ് വരാം ഇല്ല ഗൈസ്, മിനി റോഡ് ഇപ്പോൾ വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വഴി പോവാം ഗൈസ്. ഗൈസ് നമുക്ക് എങ്ങനെ സംഭവം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ റോഡ് മച്ചാൻ എന്തായാലും സ്റ്റക്കായിരിക്കുകയുള്ള റോഡ് മച്ചാൻ വന്നിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ഇവിടെ ഇരുന്നിട്ട് ഒരു മിനി റോഡ് മൊട്ടയാന്ന് തോന്നുന്നു മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയേക്കണതെന്ന് പറഞ്ഞാൽ ഒരു സോക്സും അതുപോലെ തന്നെ ഒരു സ്പൈസിയുമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മിക്കവാറും സോക്സ് പാലിലായിരിക്കും ചേർക്കേണ്ടത്. ഈ സ്പൈസി എന്തിലായിരിക്കും ഗൈസ് ചേർക്കേണ്ടത്? മുട്ടയിലായിരിക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനെന്തായാലും നോക്കട്ടെ ഗൈസ്. ഓക്കെ, എടാ മാറ്റിയമ്മച്ച് വന്ന് ഗൈസ്. മാറ്റിയമ്മച്ച് കുറച്ച് സീനാണ് ഗൈസ്. ഓക്കെ, മാറ്റിയമ്മച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മിനി റോഡ് കാണാതെ പയ്യെ പോകണം ഗൈസ്. അതാണ് ഏറ്റവും വലിയ പരിപാടി എന്ന് പറയണത്. ഓക്കെ, മിനി റോഡ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വഴി പോവാണ് ഗൈസ്. മാറ്റിയമ്മച്ച് ഇവിടെ ഉണ്ടാവരുത്. ഓക്കെ ഗൈസ്, മാറ്റിയമ്മച്ച് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഓക്കെ ഗൈസ്, ഇവിടെ പിന്നെ ഒരു മിനി റോഡ് പഞ്ചസാരയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ മാറ്റിയമ്മച്ച് ആ റൂമിലേക്കാണ് പോണേ. അപ്പോൾ നമുക്കെന്തായാലും പാൻട്രിയിലേക്ക് കയറാമെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ പാൻട്രിയിലേക്ക് കയറുവാണ്. ഓക്കെ, ഡോർ ഓപ്പൺ ചെയ്. ഓ, മിനി റോഡ് അതിൽ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പയ്യെ സൂക്ഷിച്ച് വേണം ഗൈസ് കളിക്കാൻ. ആദ്യത്തെ പോലെ മണ്ടത്തരം കാണിക്കാൻ പാടില്ല. മിനി റോഡ് അവിടെ നിൽക്കുവാണ് ഗൈസ്. ഓക്കെ, മിനി റോഡ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, മിനി റോഡ് എന്താ പോവാത്ത ഗൈസ്? മിനി റോഡ് പോകുന്നില്ല ഗൈസ്. എടാ മിനി റോഡ് നീ ഒന്ന് പോടാ. ഓക്കെ ഗൈസ്, മിനി റോഡ് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ റൂമിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ ഗൈസ്, റോഡ് വന്നു കഴിഞ്ഞാൽ സീനാവും ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഇതിനുള്ളിലേക്ക് കയറട്ടെ ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്താണ് ഗൈസ് കണ്ടുപിടിക്കാനുള്ളത്? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഗൈസ്. ഓ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല. ഇതിനുള്ളിൽ പക്ഷെ ഒന്നുമില്ല ഗൈസ്. ഇവിടെയൊക്കെ എന്താണ് കാണിച്ചു വെച്ചാണ്? ഇതിനുള്ളിലൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? എസ്പീരിയഡ് എഗ്ഗ്. ഓ ഗൈസ്, നമുക്കൊരു ചീമൊട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാന്ന് തോന്നുന്നു ഇവിടെ നിന്ന് എടുക്കാനുള്ള സാധനം. അപ്പോൾ നമുക്കൊരു ചീമൊട്ടയാണ് ഈ കിട്ടിയേക്കണേ. എനിക്ക് തോന്നണു ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഈ കളി. അപ്പോൾ ഈ ചീമൊട്ട മിക്കവാറും കൊണ്ടുവന്ന് നമ്മൾ പഞ്ചസാര വരെ മിറ്റു ഇടണമായിരിക്കും ഗൈസ്. നമ്മളെ കണ്ടു ഗൈസ്, മാറ്റി അമ്മച്ചി നമ്മളെ കണ്ട് ഗൈസ്. വേഗം പോട്ടെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോട്ടെ ഗൈസ്. റോഡ് വരാത്ത രീതിയിൽ നമുക്ക് പോയി ഒളിക്കണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഗൈസ് നമുക്ക് ഇവിടെ കയറി ഒളിക്കാം ഗൈസ്. നമ്മളപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇല്ല ഗൈസ്, റോഡ് ഇവിടെ വന്നിട്ടില്ല ഗൈസ്. നമ്മുടെ ആ ചീമൊട്ട എന്തേ? അവിടെ ചീമൊട്ട കാണാനില്ല ഗൈസ്. ചീമൊട്ട എവിടെ? ഓ ഗൈസ്, ദേ കിടക്കണ ചീമൊട്ട. ഓക്കെ, ഇതെടുക്ക് ഗൈസ്. ഈ മുട്ട പാലിലാണ്. അല്ല ഗൈസ്, പാലിലല്ല ഗൈസ്. നമ്മളവിടെ ഒരു മിനി റോഡും ഒരു മുട്ട ഇരുന്ന് ഇളക്കുന്നുണ്ടില്ല ഗൈസ്. അപ്പോൾ അവിടെ കൊണ്ട് വെക്കാനായിരിക്കും ഈ മുട്ട ഗൈസ്. നമ്മുടെ റോഡ് ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. ഗൈസ് ഡോറിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ റോഡ് നിൽക്കുന്നുണ്ട് ഗൈസ്. റോഡ് എനിക്ക് തോന്നുന്നു സ്റ്റക്കായി നിൽക്കാന്ന് തോന്നുന്നു. ഈ ചങ്ങായി എപ്പോഴും സ്റ്റക്കായി നിൽക്കുകയാണ് ഗൈസ്. ഗൈസ് ദേ നിൽക്കണ റോഡ് ഗൈസ്. റോഡ് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനി നമ്മൾ എങ്ങനെ അങ്ങോട്ട് കടന്നു പോകും? ഓ ഗൈസ്, ഇല്ല ഗൈസ്, റോഡ് ദേ പോയി.
ഗൈസ് റോഡ് പോയി. ഗൈസ് ഇത് മിക്കവാറും പണിയാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എടാ റോഡ് നമ്മൾ കണ്ടടാ. അയ്യോ പിടിക്കരുത് പിടിക്കരുത്. എടാ ഡോർ ഓർക്ക് ഗൈസ്. ഇവിടെ കണ്ടായിട്ടില്ല ഗൈസ് നമ്മുടെ. എടാ ഈ മുട്ട എവിടെയാണ് ഗൈസ് വെക്കണ്ടേ ഗൈസ്? നമ്മുടെ മിനി റോഡ് എവിടെയെന്നാണ് മുട്ട കളിക്കണേ ഗൈസ്? ഇതല്ലേ ഗൈസ്? ആ ഗൈസ് ഇവിടെ തന്നെ വെക്കാനാണ് ഈ മുട്ട. ഓക്കെ ഞാൻ ആ മുട്ട അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. മിനി റോഡ് നമ്മൾ കണ്ടു. എടാ റോഡ് എടാ പിടിക്കരുത് ഗൈസ്. പണി പാളിയാനെ ഗൈസ്. ഇപ്പോൾ ഞാൻ വിചാരിച്ചു മിനി റോഡ് എന്നെ പിടിക്കുമെന്നാണ് വിചാരിച്ചത്. ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടെ. ഓ ഗൈസ് മാറ്റി അമ്മച്ച് ഇവിടെ നിന്ന് ഐസ്ക്രീം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുന്ന് സോക്സ് എടുക്കാനില്ലേ ഗൈസ്? സോക്സ് എടുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ആ സോക്സും കൂടി എടുക്കട്ടെ. എനിക്ക് തോന്നുന്നു ഈ സോക്സ് മിക്കവാറും പാലിലായിരിക്കും ചേർക്കണ്ടേ ഗൈസ്. അപ്പോൾ ആ സ്പൈസ് എന്തിനായിരിക്കും ഗൈസ് ചേർക്കണ്ടേ? ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ്. ഈ സോക്സ് പാലിൽ തന്നെയാണോ ചേർക്കണ്ടേന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും നോക്കട്ടെ. ഓ ഗൈസ് ആ മിനി റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ ഗൈസ് റോഡ് വന്ന്. എടാ റോഡ് കണ്ടടാ ഗൈസ്. ഇത് ഭയങ്കര സീനാണ് ഗൈസ്. ഈ റോഡ് എന്ത് തേങ്ങയാണ് ഗൈസ്. റോഡ് നമ്മളെ കണ്ട്. എടാ പിടിക്കല്ലടാ പ്ലീസ് റാ. ഡോറടിക്കുക ഗൈസ്. ഇത് ഏതാണ് ഗൈസ് വഴി? തേങ്ങാക്കൊല ഗൈസ്. വഴിയും മനസ്സിലാവുന്നില്ല. എടാ റോഡ് എവിടെ ഗൈസ്? മിനി റോഡ്സ് ഒക്കെ വരുന്നു. ഓക്കെ ഈ ഡോർ അപ്പം ഗൈസ് ഞാൻ എന്തായാലും ഈ പാലിലാണ് ചേർക്കണ്ടേ? യെസ് ഗൈസ് പാലിലാണ് ചേർക്കണ്ടേ. ഓക്കെ ഗൈസ് ഞാൻ ആ സോക്സ് പാലിൽ ചേർത്തിട്ടുണ്ട് ഗൈസ്. പാലിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി മിക്കവാറും നമ്മുടെ ആ മറ്റേ സ്പൈസി നമ്മൾ മിക്കവാറും പഞ്ചസാരയിലായിരിക്കും ചേർക്കണ്ടേ. ആ മാറ്റി അമ്മച്ച് പിടിക്കരുത്. അയ്യോ ഗൈസ് പണി പാളി ഗൈസ്. ഗൈസ് റോഡ് ഗൈസ്. റോഡ് പുറകെ തന്നെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇത് സീനാണ്. സീനാണ് ഗൈസ്. ഓ ഗൈസ് പണിപ്പാളി. ഓക്കെ നമ്മുടെ സ്പൈസ് എടുക്കുക. ഇപ്പോൾ ഈ വെൻ്റോർക്ക്. ഓക്കെ നമ്മൾ സ്പൈസ് എടുത്തുകൊണ്ട് എന്നാലും വന്നിട്ടുണ്ട്. നമ്മുടെ റോഡിനെ കാണാനില്ലല്ലോ ഗൈസ്. റോഡ് എവിടെ ഗൈസ്? ഗൈസ് റോഡിനെ കാണാൻ. റോഡ് വന്ന് ഗൈസ്. എടാ ഇപ്പോൾ പിടിച്ചാനെ. എടാ റോഡ് വന്നടാ. ഓ ഗൈസ് പണിപ്പാളി ഗൈസ്. അയ്യോ 8ൻ്റെ പണി. മിനി റോഡ് പിടിച്ച്. എവിടെ റോഡ് വരുന്നുണ്ട് ഗൈസ്. എടുക്ക് സ്പൈസ് എടുക്ക്. ഓക്കെ സ്പൈസ് എടുത്തിട്ടുണ്ട്. ഓട് ഗൈസ്. ഇവിടെ എവിടെ കണ്ടിട്ടില്ല ഗൈസ്. നമ്മൾ പഞ്ചസാര ഉണ്ട്. എടാ എവിടെടാ പഞ്ചസാര? ആ ഗൈസ് പഞ്ചസാര അതല്ലേ? അപ്പോൾ അതിനകത്താണെന്ന് തോന്നുന്നു മേ ബി ഇത് കലക്കണ്ടേ. യെസ് ഗൈസ് പഞ്ചസാരയിലാണ്. അപ്പോൾ നമ്മളെല്ലാ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പോയി ഒളിക്കട്ടെ ഗൈസ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒളിക്കാൻ പറ്റും. എടാ ഞാൻ എന്തിനാടാ പാൻട്രിയിലേക്ക് വന്നത്? മിനി റോഡ് കണ്ട്. എടാ റോഡും വന്നടാ. തുറക്ക് ഗൈസ്. ഇത് നോക്കി നിങ്ങൾ. ഐസ്ക്രീമിൻ്റെ ഫുൾ കളറും മാറി ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ഒളിച്ചിക്കട്ടെ. എവിടെയാണ് ഈ ഒളിച്ചിരിക്കണ സ്ഥലം? ഓക്കെ ഇതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഇപ്പോൾ റോഡെല്ലാം പോട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോഡൊക്കെ പോയി എന്നാണ് ഗൈസ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. മേ ബി ഇപ്പോൾ തന്നെ നമ്മുടെ മാറ്റി അമ്മിച്ച് അവിടെ അങ്ങനെ ആണെങ്കിൽ വീണിട്ടുണ്ടാവണം. ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നമ്മളത് ഐസ്ക്രീം വൃത്തികേടാക്കിയിട്ടുണ്ട് എന്തായാലും. കണ്ട ഗൈസ് കളറെല്ലാം മാറിയിട്ടുണ്ട്. മാറ്റി അമ്മിച്ച് ഇവിടെ കിടക്കുന്നുണ്ട്. എടാ ഇല്ലടാ മാറ്റി അമ്മിച്ച് ഇവിടെ ഇല്ല ഗൈസ്. ഇനി വേറെ എന്തെങ്കിലും ചേർക്കണം. മാറ്റി അമ്മിച്ച് വന്ന് ടെസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. മാറ്റി അമ്മിച്ച് മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഓക്കെ ഗൈസ് മാറ്റി അമ്മിച്ച് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ ഗൈസ് മാറ്റി അമ്മിച്ച് വന്നിട്ടുണ്ട്. മാറ്റി അമ്മിച്ച് ഐസ്ക്രീം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ മാറ്റി അമ്മിച്ച് ഐസ്ക്രീം ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ് മാറ്റി അമ്മച്ചിക്ക് എന്തോ സംഭവിച്ച് ഗൈസ്. മാറ്റി അമ്മച്ചി മറിഞ്ഞു വീണ് ഗൈസ്. ഒരു ഭൂമി കുലുക്കം പോലെ ഗൈസ്. മാറ്റി അമ്മച്ചി മറിഞ്ഞു വീണ്. ഇനി മാറ്റി അമ്മച്ചിയുടെ താക്കോൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ്. നമ്മൾ താക്കോൽ എടുത്തിട്ടുണ്ട് ഗൈസ്. ഫൈനലി താക്കോൽ എടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും കൺട്രോൾ റൂം വഴി പോവാം ഗൈസ്. ഓക്കെ തുറക്ക്. ഓക്കെ ഗൈസ് അങ്ങനെ ഞാൻ ഫൈനലി ചാർലീനെയും കൂടി രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോറടിക്ക് അല്ലെങ്കിൽ വേണ്ട ഡോർ അടിക്കണ്ട. നമ്മൾക്ക് എന്തായാലും ഈ വഴി പോവാം. ഓക്കെ ഇറങ്ങിക്കോ ഗൈസ്. അങ്ങനെ ഫൈനലി ചാർലിയും കൂടി നമ്മുടെ
മൈക്കിൻ്റെയും ജയയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 പേരും കൂടി ഒന്നിച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ലിസിനെയും കൂടിയാണ് കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ ലിസിനെയും കൂടി കണ്ടുപിടിക്കണം. ഇപ്പോൾ 3 പേരും അങ്ങനെ ഒന്നിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ ഭയങ്കര ടഫായിരുന്നു, എന്നാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത ചാപ്റ്റർ 7 ആയിട്ട് എന്തായാലും വരാം ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ ഗൈസ്, ബൈ.